വേണം നമ്മളിപ്പോ മുണ്ടായിട്ട് എടുക്കുമല്ലേ. ഓക്കേ ഫസ്റ്റ് ആയിട്ട് അല്ലേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞു, നാട്ടിലെത്തി, സേഫാണ്, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് വന്ന കാരണം ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു 7 ദിവസം ക്വാറൻറ്റൈൻ ഇരുന്നു. അപ്പം അത് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു, അടിപൊളിയായി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ഈ നാട്ടിൽ എന്താ പറയുക, ഓൾ ഇന്ത്യ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു. പക്ഷേ ഇനി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പഴയ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണം. അപ്പോൾ ഇങ്ങനത്തെ സമയത്താണ് നമ്മുടെ പള്ളിയിൽ അവന്മാരെല്ലാം എന്നെ ഞങ്ങളെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് നാളെ എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യണ്ടേ, എങ്ങനെയാ? അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ സെറ്റ് ചെയ്യാം, എന്നാൽ പിന്നെ ഒരു കിടുക്കം പരിപാടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളപ്പോൾ ഒരു കിടുക്കം പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്നല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇന്നൊരു കക്കയിറച്ചി കൊണ്ടുള്ള കിടുക്കുന്ന ഐറ്റം. കക്കയിറച്ചി കൊണ്ടൊരു ഐറ്റം എന്നല്ല, ഞങ്ങളൊരു ഗെറ്റ് ടുഗദറാണ് പ്ലാൻ ചെയ്തത്. കാര്യം ഞാൻ നാട്ടിൽ വന്നു, അപ്പോൾ പല ആൾക്കാരും നാട്ടിലെത്തി. അപ്പോൾ അതുകൊണ്ടൊക്കെ കാരണം ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ, വലിയ ആഘോഷമല്ല, ചെറിയ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലൊരു ഗെറ്റ് ടുഗദറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കക്കയിറച്ചി നമ്മുടെ ആറ്റിൽ തന്നെ കക്ക വാരി അതിനെ പുഴുങ്ങി ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ഇന്ന് മൊത്തം കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ പല ആൾക്കാരും കക്കയിറച്ചി കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് കക്ക വാരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ആ കക്കയെന്ന് ഈ ഇറച്ചി വേർപെടുത്തെടുക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പം മിസ്സാക്കരുത്. അപ്പോൾ ഞാൻ സ്ഥിരം പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, അതെല്ലാം ഒന്ന് കയറി കാണുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ മൊത്തം കാണുക. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. കക്ക വാരണം. ഇപ്പോൾ ടീം മൊത്തം അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവുക, അല്ല പള്ളിയിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ടീം മൊത്തം കക്ക വരാൻ റെഡിയായി, വെള്ളത്തിൽ കിടപ്പുണ്ട്. നോക്കിയാൽ ജബുവിൻ്റെ വള്ളത്തിലാണ് കക്ക വരാനുള്ള പ്ലാൻ. ഞങ്ങളുടെ പഴയ പരിപാടിയാണ്. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങിയില്ല, ഞാൻ തൽക്കാലം വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ജബു അങ്ങനെ ഓരോരുത്തരായിട്ട് അവർക്ക് കിട്ടിയതെടുത്ത് വാരിയിടുകയാണ്. ഇത്ര ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 6-ൻ്റെ താഴെ ഏറ്റവും ബേസിൽ ഏറ്റവും താഴെ ചെളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടയിട്ട് അല്ലെങ്കിൽ മുങ്ങാങ്കുടി ഇട്ട് അടിയിൽ ചെന്ന് കൈ കൊണ്ടിങ്ങനെ തപ്പി നോക്കി അപ്പു അവൻ ചാടിയത് കണ്ട, അതുപോലെ നമ്മൾ കൈ ഇട്ടിങ്ങനെ തപ്പി നോക്കി കിട്ടുന്ന ആ ഒരു കക്കയെല്ലാം നമ്മൾ വാരി എടുത്ത് നമ്മളത് ഈ വള്ളത്തിൽ, ജബിൻ്റെ വള്ളമാണ്, ഇതിലോട്ട് കളക്ട് ചെയ്തിടുക. മാക്സിമം നമ്മൾ കളക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ നോക്കിയേ ഓരോരുത്തർ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താ നോക്കിയേ. ഷിജോയുണ്ട്, നമ്മുടെ ഷിബിനുണ്ട്, അതുപോലെ ടിൻസ്, ജെബിന്, കെവിന്, അതുപോലെ അപ്പു, പിന്നെ ഒരു മെയിൻ ടീംസ് കുറച്ച് പേര് കരക്കിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യണം. ഞാൻ ഒരു ഉണ്ട ഇടാം, എത്ര എണ്ണം എടുത്തോണ്ട് ഞാൻ ഒരു ഉണ്ട ഇട്ടിട്ട് ഞാൻ പൊങ്ങി സാധനം കൊണ്ട് തരാം. നോക്കിക്കോണം, എന്നെ വലിച്ചു കയറ്റിക്കോണം. ശരി ശരി ശരി, വേണം നമ്മളിപ്പോ ഉണ്ടായിട്ട് എടുക്കുമല്ലേ. അപ്പൊ ഗൈസ് ഇതാണ്ട ഷിജോ താഴേക്ക് പോകുന്നു. താഴേക്ക് ഊർന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ പോയിട്ട് കുറച്ച് നേരമായി, അവനെ കാണുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് തപ്പി താഴേക്ക് ചെല്ലേണ്ടതാണെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, ആണ്ടത് പൊങ്ങിയിട്ടുണ്ട്. ആശാൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, എന്തിൻ്റെ വല്ലതും കിട്ടിയ ആണ്ടേ. ആശാൻ ഒരു സ്കീം പ്രയോഗിച്ചിട്ടുണ്ടെന്ന് കെവിൻ ആശാൻ പറയുന്നത്. ഓക്കെ, സ്കീം എന്താണെന്ന് നമുക്ക് കെവിനോട് ചോദിക്കാം. ഷിജോമോൻ വീഡിയോയ്ക്ക് വേണ്ടി പോക്കറ്റിൽ കുറേ കളക്ട് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് പോക്കറ്റിൽ നിന്ന് വാരിയാണ് എടുത്തുകൊണ്ട് വന്നത്. ഷിബിൻ കുറേ കോൺട്രിബ്യൂഷൻ ടിൻസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ടിൻസ് അതൊരെണ്ണം പോലും താഴെ പോകാതെ വള്ളത്തിലേക്ക് വെച്ച് വെക്കുന്നു. അതിനിടയ്ക്ക് അതിനകത്തുനിന്ന് കുറേയൊക്കെ ജബിൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അധികാരിയുമായി പെറുക്കി കളയുന്നുണ്ട്. അവന് ഇതിൻ്റെ അനാട്ടമി കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പെറുക്കി കളയുന്നത്. ഓക്കെ, എന്തോ കാണിക്കാനായിട്ട് ഇവനെന്തോ കാണിക്കാൻ വന്നു, പക്ഷേ അവൻ അതിൽ തോറ്റു പോയിരിക്കുകയാണ്. അവൻ്റെ പോക്കറ്റിൽ എന്തോ ഉണ്ട്, എന്നോട് പറയുന്നുണ്ട് ക്യാമറ അങ്ങോട്ട് ട്യൂൺ ചെയ്. അപ്പോൾ ഗായ്സ് എന്താണ് അവൻ്റെ പോക്കറ്റ്? ഇതാ നോക്കുക, കക്കകൾ അവൻ വാരി എറിയുന്നു. ഓക്കെ, നീ മുങ്ങണം, ഞാൻ വെള്ളത്തിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, മുങ്ങിയോ ഗൈസ്? ഇതാരാണ് ഗൈസ്? ടോണസാണോ? അപ്പോൾ അതാ വെള്ളത്തിൽ മുക്കി പോക്കിയിട്ടുണ്ട്. ഷിജോ ബായ്
നമുക്കിത് കക്കയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കാം. അപ്പോൾ ഇതിനടിയിൽ എങ്ങനെയാണ്? ഡാർക്ക്, അടിയിലൊക്കെ മൊത്തം അഴുക്കാണ് ഗൈസ്. ഒരു സ്പോട്ടിൽ കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ട് അടുത്തൊരു ടീം വേറൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. എന്നാലേ നമ്മുടെ പരിപാടി ഉഷാറായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഏരിയയിൽ കുറച്ച് ആൾക്കാരെ നിയമിച്ചു, അടുത്ത ഏരിയയിൽ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഷിജോ നയിക്കുന്ന ആ വള്ളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗൈസ്, അങ്ങനെ നമുക്കിത് പള്ളിച്ചട്ടിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് അടുത്ത സ്പോട്ട് പറയുന്നത്. ഓരോരുത്തരെ വള്ളത്തിൽ നിന്ന് ഇറക്കി തുടങ്ങി. അതാ ജെബിൻ ചാടി. ഓക്കെ, ജെബിനല്ല, അപ്പു ചാടി. ഒരുത്തൻ അൺഎക്സ്പെക്റ്റഡ് കാണിക്കാമെന്ന് പറഞ്ഞത് അവൻ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് അല്ലാതെ അവൻ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താടാ ഷിജോ സാഹസികമായി ചാടി കാണിക്കാം എന്ന് പറഞ്ഞതാ ചാടത്തോട് വെള്ളം മുങ്ങിയില്ല. അത് കെവിൻ ആണ് ഇതിൻ്റെ ഒരു മെയിൻ കപ്പിത്തൻ. ഇത്രയായിട്ടോ നമ്മളത് നോക്കിയാൽ ഇത്രയും കക്ക വാരിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും കുറവാണെന്നാണ് തോന്നുന്നത്. മിക്കവാറും അടുത്തൊരു സെക്ഷനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. കണ്ടോ, അടുത്ത ടീം കെവിനെയും ടീമിനെയും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഷിജോയും ഷിബിനും അതുപോലെ തന്നെ ടിൻസും കൂടെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അവർ രണ്ട് ടീം ആയതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ കാണിക്കുന്നത്. അറിയടാ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഗൈസ് കെവിന് കിട്ടിയതൊക്കെ കാണിച്ചു തരാം. എന്താ ഇത്ര നോക്കുക, കണ്ട, ഇതൊരു കയ്യിൽ വാരുമ്പോഴത്തേക്കും കിട്ടും. നമ്മൾ ഒരു വട്ടം മുങ്ങി പൊങ്ങുമ്പോഴത്തേക്കും ഒരു 3-4 കിട്ടുള്ളായിരിക്കും. അതുകൊണ്ട് ഇവന്മാർ പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് ജബു ഒരു കവറിനകത്തൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടതാ അടിയിൽ മുങ്ങിയിരിക്കുകയാണ്. ആശാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇത്രയും കിട്ടി ഇവന്മാർക്ക് 3 പേർക്ക്. ഇപ്പം ഇവിടെ നിന്നിട്ട് കണ്ട, അവൻ കവറിലേയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് പേട്ടൊക്കെ എടുത്ത് കളയുവാണ്. ഗൈസ്, നമ്മുടെ കക്കയൊക്കെ വാരി തീർന്നു. അതെല്ലാം കഴുകണം. ഇനിയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എടുത്തതേ മടുത്ത് വള്ളത്തിലേക്ക് കിടപ്പായി. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ നടന്നു വരുന്നതാണ് നമ്മുടെ കക്കവാരി മെയിൻ ടീംസ്. ഞാൻ നല്ല കിടുക്കൻ സ്ലോമോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കെവിൻ പോസൊക്കെ ചെയ്ത് നടന്നു വന്നു. തൊട്ട് പുറകെ അപ്പു വരുന്നുണ്ട്. അതിന് നേരെ പുറകെ വരുന്ന നമ്മുടെ ടിജോ ബ്രദറാണ്. സെമിനാറിലൊക്കെ ഉള്ള ലീവിന് വന്നതാണ്. ആ വരുന്നതാണ് നമ്മുടെ ഇടവക വികാരി ഫാദർ ചെറിയാൻ കക്കുടി, നമ്മുടെ ടോണി അച്ഛൻ. അപ്പോൾ ഷിജോ, അരുൺ ചേട്ടൻ, നമ്മുടെ അടുത്ത ബ്രദർ സോണി, വരുന്ന നമ്മുടെ ജബു സിംഗ്. ഓക്കെ, നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതിൽ ചെളിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ജെഫ്രിയാണ് അത് കഴുകാൻ. ഇതാണ് നമ്മുടെ ഇടവക വികാരി ഫാദർ ജോൺ പോൾ മെത്രാപ്പോലിത്ത IAS MBBS. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങി ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്താലാണ് നമുക്ക് ഇതിനകത്ത് ആ ഇറച്ചി ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് 2-3 വട്ടമായിട്ട് നമ്മളത് കഴുകി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പകുതി എടുത്തോളായിരുന്നു. പകുതി അടുത്ത ബക്കറ്റ് അരുൺ ചേട്ടൻ ഇങ്ങനെ വള്ളത്തിൽ നിന്ന് കോരി എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ പകുതി കഴുകി. ഇനി ഈ ബാക്കി പകുതിയും കൂടെ നമുക്ക് അകത്ത് കൊണ്ടുവച്ച് കഴുകേണ്ടതുണ്ട്. അപ്പോൾ നേരെ അത് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റോളം, ഒരു 1.5 ബക്കറ്റ് നമുക്ക് കക്ക വാരി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് അതിനകത്തിട്ട് മൊത്തം കൂടെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ കക്ക നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്താൽ ഈ കക്ക ഒന്ന് പൊട്ടി വരുള്ളൂ. പൊട്ടി വന്നാലും നമ്മൾ അകത്തെ ആ സാധനം നമുക്ക് ഇങ്ങി പെറുക്കിയെടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഈ ചെളിയൊക്കെ ഉള്ള നമ്മൾ വാരി കളഞ്ഞു. ഗൈസ്, അപ്പോൾ നമ്മുടെ പാരിഷോളിൻ്റെ കിച്ചണിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അച്ഛനാണ് ഇതിൻ്റെ മെയിൻ തീ കൊളുത്തിയത്. ഇനി എന്ത് വന്നാലും അച്ഛൻ്റെ തലയിലോട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നന്നായിട്ട് ചൂടാവട്ടെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ നമ്മുടെ കക്ക വാരിയന്മാരെല്ലാം കുളിക്കാനായിട്ട് തോർത്ത് കൊടുത്തുകൊണ്ട് നേരെ കടയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും ടിജോയും അതുപോലെ തന്നെ കെവിൻ നേരത്തെ കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജെഫ്രിയും ഞങ്ങളെല്ലാവരും അതിൻ്റെ സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചൂടായത് പൊട്ടിക്കിട്ടിട്ടുണ്ട്. ഏകദേശം കുറേയൊക്കെ പൊട്ടി. കണ്ടോ, ഇതുപോലെ സെപ്പറേറ്റ് ആയി കിട്ടും അത്. ഓക്കെ ഗൈസ്, അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊലി പൊളിച്ച് ഇതിന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇതിനകത്ത് ആ കക്ക വാരി ഒരു പാത്രത്തിലേക്ക് ഇടലാണ് അടുത്ത പരിപാടി. അപ്പം അതിന് ആ സമയമായപ്പം എല്ലാവരും കുളിച്ച് കഴിഞ്ഞ് വന്നു. കുറേ മരുത് ഒരു നാണോ ഇല്ലാതെ തോർത്ത് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കിയേ,
അപ്പോൾ ഇതൊരു ചെറിയ ടാസ്ക്കാണ്. ഈ സാധനത്തിൽ ഇത്രയും എടുത്തിട്ട് നമ്മൾ എല്ലാം ഇത്ര കണ്ട അത്ര നമ്മൾ ഒരു ബക്കറ്റ് സാധനം കിട്ടിയിട്ട് നമുക്കിത് ഇത്രേ ഉള്ളൂ മൊത്തത്തിലുള്ള സാധനം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കഴുകാണ് സാധനം. കാണിച്ചോളൂ, ഫ്രഷ് ആയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ കക്കയിറച്ചിയുടെ കൂടെ 4 കിലോ ചിക്കനും കൂടെ മേടിച്ചിട്ടോ. എന്തായാലും നമ്മൾ ഇറങ്ങി. എന്നാൽ പിന്നെ കുറച്ച് ഗ്രാൻഡാക്കി കളയാമെന്ന് വിചാരിച്ച് ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഇതിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങൾ അരിയണമല്ലോ. അപ്പോൾ അതേ ഞാൻ ഇത്തിരി കുറച്ച് സവോള എടുത്തുകൊണ്ട് ഞാനത് അരിഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കാര്യം കെവിൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കാനും മറ്റുമായിട്ട് കെവിനും പോയി. അതുപോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്ത് മാക്സിമം നമുക്ക് നേരത്തെ നമ്മുടെ പരിപാടി തീർത്ത് വീട്ടിലെത്തണം എന്നുള്ള പ്ലാനിൽ ഓരോ പരിപാടി കേൾക്കുന്നു. അപ്പോൾ ഞാൻ സവോള അരിയുന്നു, കെവിൻ ആ ഇറച്ചിയൊക്കെ ഒന്ന് ചിക്കൻ വൃത്തിയാക്കുന്നു, നമ്മുടെ ജെഫ്രി ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, അപ്പോൾ അത് ചിക്കൻ കഴുകി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കക്കവാരലും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതാ കക്കയിറച്ചി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു. നമ്മുടെ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് സവോള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛനായിട്ട് ഉള്ളിയുടെയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാണ്. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ അതിനായിട്ട് ഒരു ഉരുളി എടുത്ത് നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും അതിനകത്തൊരു കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളിതാ തേങ്ങാക്കൊത്ത് കൊത്തി അതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് കക്കയിറച്ചിക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫസ്റ്റ് നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ, ഒരു സ്വർണ്ണ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ച് അതങ്ങ് മാറ്റി വെച്ചു. വീണ്ടും അതേ എണ്ണയിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഇത്തിരി കടുക് ഇട്ട് പട്ടേതങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോൾ അച്ഛനാണ് കടുകിട്ടതേ പൊട്ടിക്കുന്നത്. അച്ഛനാണ് സാധനങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടു അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇച്ചിരി പച്ചമുളക് ഇട്ടു, പച്ചമുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, അതിനകത്തേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ സവോള. അപ്പോൾ നമ്മൾ പകുതിയാണ് കേട്ടോ. പകുതി ചിക്കനും വേണം, പകുതി കക്കയിറച്ചിക്കും വേണം. അപ്പോൾ നമ്മൾ പകുതി സവോള അതിനകത്തേക്ക് ഇട്ടു. ഇച്ചിരി വെള്ളമായിട്ട് നമ്മൾ സ്ഥിരം പറയാനുള്ള ലേശം ഉപ്പും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നാവട്ടെ. അതായത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് സവോള ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരണ്ട് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വരണ്ട്. ഇനി നമ്മൾ മസാല ചേർക്കുന്ന പരിപാടിയാണ്. ഞാൻ അളവൊന്നും എടുത്തല്ല. ഞാൻ ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാല പൊടിച്ചത്, ഇത്തിരി പെരിഞ്ചീരകപ്പൊടി, അതുപോലെ തന്നെ എരിവ് വേണമല്ലോ. എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ചല്ല ഇത്തിരി കളറും കാര്യങ്ങളൊക്കെ വേണം. കുറച്ചേറെ മുളക് പൊടിയും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാല. അതാണ് ഞാൻ ഉണ്ടാക്കിയ ഈ മസാല. ഓക്കെ, അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, അത് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കക്ക മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് തിരുമ്മി വെച്ചിരുന്ന ആ കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കക്കയിറച്ചി ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സൗണ്ടും ഇപ്പം തന്നെ കഴിക്കാൻ തോന്നണ. ഓക്കെ, അപ്പോൾ നമ്മൾ കക്കയിറച്ചിട്ട് നന്നായിട്ട് നോക്കുക. ഇത്തിരി ഗ്രേവിക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് രണ്ടായിരത്തിലും കൂടെ സെറ്റ് ചെയ്യേണ്ടതാണ് ഗ്രേവി കുറച്ചുണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അടച്ചിട്ട് ഒന്ന് വേവിക്കണം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴിക്കാത്തത്. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടി പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് കറുപ്പിച്ചെടുക്കുക എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഈ ബീഫൊക്കെ കറുപ്പിക്കത്തില്ല, അതുപോലെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് കിടന്ന് ഈ സാധനം നന്നായിട്ട് ഒന്ന് കറുത്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ അച്ഛനാണ് ഇതിൻ്റെ മെയിൻ കാര്യസ്ഥം കേട്ടോ. അപ്പോൾ അച്ഛനാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത് അതിലേക്കൊന്ന് വിതറി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇത് പരിപാടി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്ത വീണ്ടും പാത്രം എടുത്ത് ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റായി. അതിലേക്ക് വീണ്ടും നമ്മുടെ സെയിം പ്രോസസ്സ് കടുക് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇട്ടതുപോലെ ഏകദേശം കറക്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി അത് പച്ചമുളക് അതെല്ലാം കൂടെ ചേർത്ത് ഇത്തിരി കറിവേപ്പില ഇട്ട് അതൊന്ന് സെറ്റൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, അതെ നല്ലപോലെ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോസഫേട്ടൻ വന്ന് പുള്ളി ഇളക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും സെറ്റായപ്പോഴത്തേക്കും സവോള ലേശം കൂടുതലുണ്ട്. പക്ഷേ മറ്റേതിന് ഇത്തിരി ഗ്രേവി കുറവാണെന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ നമ്മൾ മസാല ഇടുകയാണ്. അപ്പോൾ ഇത്തിരി ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല, അതുപോലെ മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്ര സാധനമാണ് ഞാൻ മസാല ഇട്ടിരിക്കുന്നത്. ഇതിന് അളവൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു എരിവും ഇതുമൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ എന്ത് അളവല്ലേ, ഞാൻ ഒരു എരിവിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരണ്ടേ.
ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം ഇട്ട് നന്നായിട്ടൊന്ന് ഇതായി വന്നപ്പോഴത്തേക്കും തക്കാളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചേർക്കുക. അപ്പോൾ തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് വെന്ത് വരണം. ആ തൊലിയും സെപ്പറേറ്റ് ആയി വരുമ്പോഴത്തേക്കും ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് അതൊരു ചാറ് രൂപമാക്കിയിട്ട് നമ്മുടെ ആ ചിക്കൻ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് ഈ ഗ്രേവി മൊത്തം നന്നായിട്ട് അങ്ങ് ഇളക്കി നന്നായിട്ട് പിടിപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ദേ അങ്ങനെ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി. നേരം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ നോക്കുക, നമ്മുടെ ചിക്കൻ കറി നല്ല കിടുക്കനായിട്ട് നല്ല മണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ സാധനം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറി സെറ്റായി. നല്ല ചൂടു ഗൈസ്, നോക്കൂ ഗൈസ്, ഇതാണ് നമ്മുടെ ചിക്കൻ കറി. കെവിൻ എന്തോ പരതുകയാണ് ഗൈസ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റമാണ് നമ്മുടെ കറുപ്പിച്ച, അതായത് നമ്മുടെ ഡ്രൈ ഫ്രൈ അടിച്ച നമ്മുടെ കക്കയിറച്ചി. ഇതാ നോക്കിയേ, നല്ല ബ്രൗണിഷ് ബ്ലാക്ക് കളറിൽ നമ്മുടെ കക്കയിറച്ചി നല്ല ഫ്രൈ ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, ഇതാ അഡാറ് മണമാണ് കേട്ടോ, അഡാറ് മണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, എന്തായാലും കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ജോസഫേട്ടൻ എന്തായാലും ഒരു അധികാരമായൊരു നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം കൈയടിച്ച് ഞങ്ങൾ ഫുഡിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനൊന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പൊറോട്ടയും അതുപോലെ തന്നെ ഇത്തിരി ഗ്രേവിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഗ്രേവിയും പൊറോട്ടയും അതുപോലെ ചിക്കണും നമ്മുടെ കക്കയിറച്ചി എല്ലാം കൂടെ ഒരു പിടി പിടിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സംഭവം കുറച്ച് പേപ്പർ വാഴയിലേ മേടിച്ചു. നേരെ ഞങ്ങൾ ഞങ്ങളുടെ പൊറോട്ട പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നോക്കിയേ, നല്ല ചൂടൻ പൊറോട്ട ആദ്യം അച്ഛന് തന്നെയാണ് വിളമ്പിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയങ്ങളിൽ തന്നെ ഞാനും കഴിക്കാൻ പോകുന്നത് പൊറോട്ട ഇട്ടു, ചിക്കൻ കറി ഇട്ടു, ഇനി അടുത്ത് നമ്മുടെ കക്കയിറച്ചി നമ്മുടെ കറുപ്പിച്ച കക്കയിറച്ചി, അപ്പം അതും ഇട്ടു. ഞങ്ങളൊരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ കൂടി ഒരു ഗെറ്റ് ടുഗദർ, ഒരു കിടുക്കൻ ഗെറ്റ് ടുഗദർ തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പുതിയ കുറേ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് നമ്മുടെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ ഒട്ടും മോശമായി പോയില്ല. ഇപ്പോൾ ഒരു വമ്പിച്ച തിരിച്ചുവരവിലൊക്കെയാണ് നമ്മൾ ഫുഡ് സെക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ദാ എല്ലാവരും കഴിച്ച് ആ ഒരു അതിൻ്റെ ടേസ്റ്റിലും കാര്യത്തിലൊക്കെ മറന്ന് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് കൂടുതലായിട്ട് പറഞ്ഞൊന്നും ഓവറാക്കുന്നില്ല. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽബിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.